അള്ളാഹുവിനെ ഖുർആൻ സംരക്ഷിക്കാൻ നമ്മളുടെ ആരുടെയും ആവശ്യമില്ല. പക്ഷെ നമ്മൾക്ക് ഈ ഖുർആൻ നമുക്ക് ആവശ്യമാണ്. നാളെ ഖബറിൽ കൂട്ടുകാരനായി, ഖബറിലെ പ്രകാശമായി, ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിൽ നമുക്ക് സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു തരാനായി ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് എന്നും ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പരിശുദ്ധ ഖുർആനെ നമ്മുടെ മക്കളെ ഏത് വിദ്യ അഭ്യസിപ്പിച്ചാലും ശരി ഖുർആനുമായി ബന്ധിപ്പിക്കണം, ഖുർആനിന്റെ വഴിയുമായി അവരെ ബന്ധിപ്പിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നബിതങ്ങൾ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, അല്ലാഹുവിന് ജനങ്ങളിൽ ചില കുടുംബക്കാരുണ്ട്, ചില അടുത്ത ബന്ധുക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഈ ഏറ്റവും അടുത്ത ക്ലോസ് ആയ ആൾക്കാരുണ്ട്. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരിത് കേട്ടപ്പോൾ അവർക്ക് വലിയ ആവേശമായി. അവർ ചോദിച്ചു, മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബി അത്ര വലിയ അടുത്ത ആൾക്കാർ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആൾക്കാരാണ്. എന്നിട്ട് പറഞ്ഞു, ഹും അഹ്ലുല്ലാഹി വ ഖാസ്സതു, അവർ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരെന്നല്ല പ്രത്യേകമായി അടുപ്പമുള്ളവരാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബം ഇൻഷാ അല്ലാഹ് ഒരു ഖുർആനിക കുടുംബമാകണം. നമ്മുടെ പാരമ്പര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് പരിശുദ്ധമായ മസ്ജിദിൽ ധാരാളം വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ പരമ്പരയും വലിയ പണ്ഡിത പരമ്പരയിലൂടെ വരുന്നതാണ്. അതുകൊണ്ട് നാം എല്ലാവരും തീരുമാനമെടുക്കണം. ഇൻഷാ അള്ളാഹ് നമ്മുടെ എല്ലാ മക്കളെയും പരിശുദ്ധ ഖുർആനുമായി ബന്ധിപ്പിക്കണം. കുറഞ്ഞത് എല്ലാവരെയും ഹാഫിളീങ്ങളാക്കാൻ പരിശ്രമിക്കണം. അവർക്ക് ദീനിയായ ചിട്ടകൾ, അവർ എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകട്ടെ, IAS ആകട്ടെ, ഏതെല്ലാം ഉന്നതമായ വഴികളിൽ എത്തട്ടെ. മുസ്ലിമായ ഡോക്ടർ ആകണം, മുസ്ലിമായ എഞ്ചിനീയർ ആകണം, മുസ്ലിമായ ഉദ്യോഗസ്ഥന്മാരാകണം. അതുകൊണ്ട് നാം ആ വിഷയത്തിൽ ഈ സംഗമത്തിൽ നിന്ന് ഈ പിഞ്ചു മക്കളുടെ മാധുര്യമാർന്ന ഖുർആൻ പാരായണം നമ്മൾ ലജ്ജിച്ചു പോയി. നമുക്കിങ്ങനെ ഓതാൻ സാധിക്കുന്നില്ലല്ലോ. അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അവരെ വളർത്തുമാകട്ടെ, ഉയർത്തുമാറാകട്ടെ അള്ളാഹു. അതുകൊണ്ട് എല്ലാവരും ആ വഴിയിൽ ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ ഖുർആനിന്റെ വഴിയിലുള്ള പരിശ്രമം ജീവിതത്തിന്റെ അവസാനം വരെയും എടുക്കുമെന്ന് പരിശ്രമിക്കുമെന്ന് എല്ലാവരും തീരുമാനമെടുക്കുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ